ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പരപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ചെമ്പരപ്പൂവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്തിനേക്കാൾ ഒരു സ്പെഷ്യലായിട്ടൊരു ഭാഗം വരാനുണ്ട്. അത് നമ്മുടെ പൊങ്കൽ എപ്പിസോഡാണ്. ആ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ടാണ് നിങ്ങളെപ്പോലെ തന്നെ ഞാനും വെയിറ്റിംഗ് ആണ് കേട്ടോ. പൊങ്കലിന് വേണ്ടിയിട്ട് അച്ചാമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരുപാട് രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ചന്തയെ കൊണ്ട് അടുക്കളയിലേക്ക് കയറ്റിക്കുകയും വർഷയും ശ്രുതിയും അടുക്കളപ്പണിയൊക്കെ ചെയ്യുന്നതുമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു എപ്പിസോഡിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊന്ന് കാണാം കേട്ടോ. അപ്പോൾ അതിനുശേഷം വരുന്നൊരു നല്ലൊരു അടിപൊളി ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അതായത് നമ്മുടെ ചന്ത രേവതിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം വാരി കൊടുക്കുന്ന ഒരു ഭാഗം ഈ പൊങ്കൽ എപ്പിസോഡിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. അതെപ്പോഴാണെന്നല്ലേ, പൊങ്കലിൽ നിന്ന് അച്ചാമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അച്ചാമ്മ ചന്ദ്രയോടും ശ്രുതിയോടും വർഷയോടായിട്ട് പറയുന്നുണ്ട്, അടുക്കളയിലേക്കുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചോളൂ, ഞാൻ രേവതിയും കൂട്ടിക്കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ചന്ദ്രയ്ക്കാണെങ്കിലോ അമ്മയായതുകൊണ്ട് തന്നെ ഒന്നും തിരിച്ചു പറയാൻ പറ്റാത്ത അവസ്ഥയിലും അവസാനം സൈ കെട്ടുന്ന ചന്ദ്രയും ശ്രുതിയും വർഷയും കൂടി പച്ചക്കറികളെല്ലാം തന്നെ അരിഞ്ഞെടുക്കുകയാണ്. ഈ ഒരു സമയത്ത് വർഷയുടെ കൈ ഒന്ന് ചെറുതായിട്ട് മുറിയുന്നുണ്ട്. ഈ ഒരു സമയത്ത് വർഷ അയ്യോ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ, എൻ്റെ കൈ മുറിഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ കരയുന്നൊക്കെ ഉണ്ട്. ഇത് കേട്ടുകൊണ്ട് അച്ചാമ്മ അങ്ങോട്ടേക്ക് വരികയും കയ്യിൽ ചുണ്ണാമ്പ് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ പറഞ്ഞ ഭാഗം വരുന്നത് കേട്ടോ. നമ്മുടെ വർഷ കഴിക്കാതിരിക്കുന്ന സമയത്ത് കൈ മുറിഞ്ഞത് കൊണ്ട് തന്നെ കൈ നീറുകയാണ് ശ്രീകാന്ത് എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അതേ മോളെ എന്നാൽ അമ്മ മോൾക്ക് വാരിത്തരാമെന്ന് പറയുകയാണ്. ഇത് കാണുമ്പോഴത്തേക്കും ശ്രുതിയും രേവതിയും കൂടി ഒരു വല്ലാത്ത അവസ്ഥയിൽ ചന്ദ്രയെ നോക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം രവിയുടെ അമ്മ മാറിന്ന് കാണുന്നുണ്ട്. വേഗം തന്നെ ചന്ദ്രയുടെ ആയിട്ട് രവിയുടെ അമ്മ പറയുകയാണ്, ചന്ദ്രേ നീ 3 മരുമക്കളെയും ഒരേ രീതിക്ക് തന്നെ കാണണം. മോളെ രേവതി നീ ചന്ദ്രയുടെ അടുത്ത് പോയിരിക്കാനായിട്ട് പറയുകയാണ്. ആദ്യമൊക്കെ രേവതി മടിച്ചു നിൽക്കുമെങ്കിലും രവിയുടെ അമ്മയുടെ നിർബന്ധപ്രകാരം ചന്ദ്രയുടെ അടുത്തേക്ക് പോയിരിക്കാണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രയുടെ ആയിട്ട് 3 മരുമക്കൾക്കും വാരി കൊടുക്കാനായിട്ട് പറയുകയാണ് കേട്ടോ. ശ്രുതിക്കും വർഷയ്ക്കും വളരെ സന്തോഷത്തോടെ തന്നെ ചന്ദ്ര വാരി കൊടുക്കുന്നത്. എന്നാൽ രേവതിയുടെ വായിലേക്ക് ഉരുള തള്ളിക്കയറ്റുകയാണ് നമ്മുടെ ചന്ദ്ര. ഇത് കാണുമ്പോൾ തന്നെ അച്ഛൻ പറയുന്നുണ്ട്, നീ എന്താ നിന്റെ 2 മരുമക്കൾക്ക് സ്നേഹത്തോട് കൂടി കൊടുത്തിട്ട് രേവതിയുടെ വായിലേക്ക് തള്ളിക്കയറ്റി വെക്കുന്ന മര്യാദയ്ക്ക് രേവതി മോൾക്ക് വാരി കൊടുക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ പുറമെ സ്നേഹമൊന്നും ഇല്ല എങ്കിലും അച്ചാമ്മയുടെ നിർബന്ധപ്രകാരം നമ്മളെ രേവതിക്ക് ചന്ദ്ര ഉരുളകൾ വാരി കൊടുക്കുന്നുണ്ട്. ആ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും സച്ചിക്കും രവിക്കും ഒക്കെ ഭയങ്കര സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ശ്രീകാന്ത് സുധിയൊക്കെ ഈ ഒരു വീഡിയോ ഫോണിൽ പകർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രസകരമായിട്ടൊരു എപ്പിസോഡ് നമുക്ക് വരാനിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.